LDF സർക്കാർ തന്നെ PM ശ്രീയിൽ ഒപ്പുവെക്കുകയും 100 കോടി രൂപ വരെ വാങ്ങുകയും ചെയ്തിട്ട് എന്തൊരു ബഹളമാണ് പുറത്ത് നടത്തിയത്. ശരിക്കും പറഞ്ഞാൽ PM ശ്രീയിൽ പൈസ വാങ്ങിയിട്ടുണ്ട്. പൈസ വാങ്ങിയതിന് ശേഷം വലിയ ബഹളമാണ് ഉണ്ടാക്കിയത്. ഒപ്പുവെച്ചത് രഹസ്യമായിട്ടാണ്. രതീഷ് കാളിയാടനെന്നോ അങ്ങനെ രതീഷ് എന്ന് പറഞ്ഞ ഒരു ആളുണ്ട്, ഒരു ഡോക്ടർ രതീഷ്, മുഖ്യമന്ത്രി ഓഫീസിലെ എഡ്യൂക്കേഷൻ അഡ്വൈസർ. മുഖ്യമന്ത്രി ഓഫീസിൽ എന്തിനാണ് എഡ്യൂക്കേഷൻ അഡ്വൈസർ? എഡ്യൂക്കേഷൻ മന്ത്രിക്കല്ലേ കൊടുക്കേണ്ടത്. പക്ഷെ അങ്ങനെയല്ല. മുഖ്യമന്ത്രി ഓഫീസിൽ ശാസ്ത്ര ഉപദേഷ്ടാവ്, എഡ്യൂക്കേഷൻ ഉപദേഷ്ടാവ്, മുഖ്യമന്ത്രിക്ക് ഇല്ലാത്ത വകുപ്പുകളുടെ ഉപദേഷ്ടാക്കൾ അവിടെ ഉണ്ടായിരുന്നു. ഒരു വല്ലാത്ത ഭരണമായിരുന്നു കഴിഞ്ഞ 10 വർഷം. അത് ഈ രതീഷ് കാളിയാടൻ, അല്ലെങ്കിൽ രതീഷ് എന്ന് പറയുന്ന കണ്ണൂർക്കാരനായിട്ടുള്ള ഡോക്ടർ രതീഷ്, അദ്ദേഹം സ്പെഷ്യലായിട്ട് താല്പര്യമെടുത്ത് ശിവൻകുട്ടി മന്ത്രിയുടെ ഓഫീസിൽ സ്വാധീനിച്ച് വിളിച്ചൊക്കെ പറഞ്ഞ് ശിവൻകുട്ടി പോലും അറിയാതെ രാഖി രാമാനൻ ഡൽഹിയിൽ പോയി ഒപ്പിട്ടിട്ട് വന്നു. സെക്രട്ടറിക്ക് കുറ്റം പറയാനാവില്ല. സെക്രട്ടറിക്ക് ഡയറക്ഷൻ കിട്ടി, സെക്രട്ടറി പോയി ഒപ്പിട്ടിട്ട് വന്നു. ഗവൺമെൻറ് പറയുന്നതാണ്. മന്ത്രി വിളിച്ച് പറഞ്ഞാൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് പറഞ്ഞാൽ ഒപ്പിട്ടല്ലേ കഴിയുള്ളൂ. അവർ പോയി ഒപ്പിട്ടിട്ട് വന്നു. അദ്ദേഹം പോയി ഒപ്പിട്ടിട്ട് വന്നപ്പോൾ ഇവിടെ പുലിവാല് പിടിച്ചു, പൂഹിലായി, പൈസ വാങ്ങാൻ പറ്റില്ലെന്നായി, വേണ്ട ബഹളമായി. എന്താണ് അതിനകത്തുള്ള പ്രശ്നങ്ങൾ? രണ്ടാണ് ഒരു ഡിമാൻഡായിട്ട് വരുന്നത്. ഒരു അപ്രഹെൻഷൻ രണ്ടാണ്, ആശങ്കകൾ രണ്ടാണ്. ഒന്ന്, ഇങ്ങനെ എല്ലാ സ്കൂളുകളിലും PM ശ്രീയുടെ പൈസ വരുന്നില്ല. വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള മാസ്റ്റർ സ്കൂളുകൾ എന്ന് പറയുന്ന കുറച്ച് സ്കൂളുകളാണ് വരുന്നത്. ആ കുറച്ച് സ്കൂളുകളിൽ കൃത്യമായി ആ സ്കൂളുകളുടെ തിരഞ്ഞെടുപ്പ് ഞങ്ങൾ നടത്തും, കേന്ദ്ര ഗവൺമെൻറ് നടത്താൻ പറ്റില്ല, ഞങ്ങൾ നടത്തും എന്ന് സ്റ്റേറ്റിൻ്റെ ഒരു ഡിമാൻഡ്. രണ്ട്, കരിക്കുലവും സിലബസും ഞങ്ങൾ തീരുമാനിക്കും. സ്റ്റേറ്റിലെ കുട്ടികൾ എന്ത് പഠിക്കണം, PM ശ്രീ സ്കൂളിലായാൽ പോലും കുട്ടികൾ എന്ത് പഠിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. NCERT ആണെങ്കിൽ അങ്ങനെയല്ല, കേന്ദ്രത്തിൻ്റെ NCERT ആണ് തീരുമാനിക്കുന്നത്. ICSE സ്കൂളുകളിൽ വേറെ സിലബസാണ്, CBSE സ്കൂളുകളിൽ വേറെ സിലബസാണ്. അതെല്ലാം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സിലബസുകളാണ്, ബോർഡിൻ്റെ സിലബസുകളാണ്. ഇവിടെ അതല്ല ഉദ്ദേശിക്കുന്നത്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ SCERTയുടെ സിലബസ് കമ്മിറ്റി, കരിക്കുലം കമ്മിറ്റി സിലബസ് തീരുമാനിക്കും. ഇത് രണ്ടും സമ്മതിച്ചാൽ ഞങ്ങൾ പണം മേടിക്കാം എന്ന് പറയുന്ന ഒരു കൺസൈസിലേക്ക് ഗവൺമെൻറ് എത്തിയിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ സംബന്ധിച്ച് വിശദമായി പഠിക്കാൻ N ഷംസുദ്ദീൻ വിദ്യാഭ്യാസ മന്ത്രി കൺവീനറും PC വിഷ്ണുനാഥ്, M ലിജു, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി M ജോൺ എന്നിവരെയും കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള ഒരു കമ്മിറ്റിയെയും ഇന്നത്തെ മന്ത്രിസഭ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അവർ ഇത് പഠിക്കട്ടെ, പഠിച്ച് കൃത്യമായ റിപ്പോർട്ട്. ഇതിനിടയിൽ തന്നെ സിലബസും കരിക്കുലവും നമുക്ക് തന്നെ തീരുമാനിക്കാമെന്നും അതിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻ ഉണ്ടാകില്ല എന്നും ഒരു റിപ്പോർട്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ജനറൽ ആർക്ക് കൊടുത്തിട്ടുണ്ട്? മന്ത്രിക്ക് കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും സിലബസും കരിക്കുലവും നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നതെങ്കിൽ, സ്കൂളുകളെ തിരഞ്ഞെടുക്കുന്നത് നമ്മൾ തന്നെയാണെങ്കിൽ, ഒരു കേന്ദ്ര പദ്ധതി എന്തിന് വേണ്ടെന്ന് വെക്കണം? അതെല്ലാ സ്റ്റേറ്റിലും നടപ്പിലാക്കുന്ന പദ്ധതിയല്ലേ. ഇവിടെ തന്നെ പട്ടം സ്കൂൾ എന്ന് പറയുന്ന തിരുവനന്തപുരം പട്ടത്തിരിക്കുന്ന പ്ലാനിംഗ് ബോർഡും PSC ഓഫീസൊക്കെ ഇരിക്കുന്ന പട്ടത്തിരിക്കുന്ന പട്ടം കേന്ദ്രീയ വിദ്യാലയത്തിൽ PM ശ്രീയാണല്ലോ. കേരളത്തിലെ ഒരുപാട് കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ PM ശ്രീയാണ്. CBSE സ്കൂളുകളിൽ പലതിലും PM ശ്രീയാണ്. അപ്പോൾ എന്തിനാണ് ICSE സ്കൂളുകളിൽ PM ശ്രീയുണ്ട്? എന്തിനാണ് നമ്മൾ ഈ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലേക്ക് കിട്ടുന്ന പണത്തെ എന്തെങ്കിലും മൊട്ട് ന്യായവും മുരട്ട് ന്യായവും പറഞ്ഞ് വാങ്ങാതിരിക്കുന്നത്? വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഞങ്ങൾ അങ്ങനെ പറഞ്ഞില്ലേ എന്നൊക്കെ പലരും ചോദിക്കും. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ സ്വാഭാവികമായി ഭരണപക്ഷത്തിൻ്റെ നല്ല കാര്യങ്ങളെ മോശം കാര്യങ്ങളെല്ലാം എതിർക്കുന്ന ഒരു സമീപനം പ്രതിപക്ഷത്തുള്ളവർക്കുണ്ടാവും. അതാണ് പ്രതിപക്ഷത്തിൻ്റെ ജോലി. അപ്പോൾ അല്ലാതെ എല്ലാം മെരിറ്റ് നോക്കി ചെയ്യലൊന്നുമില്ല. ഏത് പ്രതിപക്ഷമല്ലേ? ഇപ്പോൾ ഇവിടെ തന്നെ ഇപ്പം തന്നെ ഈ ഗവൺമെൻറ്റിൻ്റെ പേരിലുള്ള പല ആക്ഷേപങ്ങളും പ്രതിപക്ഷം പറയുന്ന എല്ലാം പ്രതിപക്ഷം ഇരുന്നപ്പോൾ ചെയ്തതിനേക്കാൾ അതേ കാര്യങ്ങൾ തന്നെ പ്രതിപക്ഷം ഇരുന്നപ്പോൾ നടന്നിട്ടുണ്ടല്ലോ. ഇപ്പോൾ VC മാരുടെ ഈ പരിപാടി പങ്കെടുത്ത കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കൃത്യമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. PM ശ്രീ പദ്ധതിയിൽ 4 പേരടങ്ങുന്ന 4 മന്ത്രിമാരടങ്ങുന്ന ഒരു കമ്മിറ്റിയെ വെച്ചിട്ടുണ്ട്. N ഷംസുദ്ദീൻ വിദ്യാഭ്യാസ മന്ത്രി അതിൻ്റെ കൺവീനറാണ്. അതുപോലെ തന്നെ 3 മന്ത്രിമാർ, റോജി M ജോൺ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി, സാംസ്കാരിക വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ്, അതുപോലെ തന്നെ എക്സൈസിൻ്റെ മന്ത്രി M ലിജു, 4 പേരടങ്ങുന്ന ഒരു സമിതിയെ വെച്ചിട്ടുണ്ട്. അവർ ഇത് പഠിച്ച് റിപ്പോർട്ട് കൊടുക്കുമ്പോഴും VD സതീശൻ മുഖ്യമന്ത്രി പറയുന്ന 2 കാര്യങ്ങളിൽ നമുക്ക് കൺസേൺ ഉണ്ട്. ഈ 2 കാര്യങ്ങൾ സമ്മതിച്ചാൽ PM ശ്രീ ഇവിടെ പൈസ വാങ്ങാൻ സാധ്യതയുണ്ട്. ഒന്നാമത്തെ കാര്യം, കരിക്കുലവും സിലബസും സ്റ്റേറ്റ് തീരുമാനിക്കും. എല്ലാ സാധ്യതയുണ്ട് കേന്ദ്രം അംഗീകരിക്കാൻ. 2, സ്കൂളുകളെ തിരഞ്ഞെടുക്കുന്നത് സ്റ്റേറ്റ് തിരഞ്ഞെടുക്കും. അതിനും എല്ലാ സാധ്യതയുമുണ്ട്. കേന്ദ്രം ഏത് ഏജൻസി വെച്ചിട്ട് സ്കൂൾ തിരഞ്ഞെടുക്കും? അതിന് ഇത് കേന്ദ്രത്തിൻ്റെ ഒരു ഫിനാൻഷ്യൽ എയ്ഡ് പദ്ധതിയാണ്. ഒരു ഫിനാൻഷ്യൽ എയ്ഡ് പദ്ധതിക്ക് എങ്ങനെയാണ് ഇവിടെ ഏത് ഏജൻസി വെച്ചിട്ടാണ് സ്കൂളുകളെ സെലക്ട് ചെയ്യാൻ പറ്റുന്നത്? അതിനൊരു തമ്പ് റൂൾ അവരെങ്ങനെ ഉണ്ടാക്കാൻ പറ്റും? അവർക്ക് ഉണ്ടാക്കാൻ പറ്റില്ല.
അവരത് ചെയ്യത്തുമില്ല. അപ്പോൾ എന്തായാലും നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് PM ശ്രീ പൈസ തുടർന്നും ഇപ്പോൾ വാങ്ങി 100 കോടിയിൽ പരം രൂപ വാങ്ങി, PM ശ്രീയിൽ 100 കോടിയിൽ പരം രൂപ വാങ്ങിയത് കൊണ്ട് ബാക്കി SSKക്ക് കിട്ടാനുള്ള 125 കോടി രൂപ, അപ്പം മൊത്തത്തിൽ 225 കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് ആൾറെഡി വാങ്ങിച്ചിട്ടുണ്ട് PM ശ്രീയുടെയും അതിൻ്റെ അനുബന്ധ പരിപാടികളുടെ പേരിൽ. പക്ഷെ അതുകൊണ്ട് തന്നെ ബാക്കി തുക കൂടി കിട്ടാനും സ്കൂളുകൾ സെലക്ട് ചെയ്യാനും ആ സ്കൂളുകളിൽ PM ശ്രീ പദ്ധതി നടപ്പിലാകാനുമാണ് ഇന്നത്തെ നിലയിൽ സാധ്യത. പക്ഷെ ക്രിസ്റ്റൽ ക്ലിയർ ക്ലാരിറ്റി വരുത്തിക്കൊണ്ടായിരിക്കും പോകുന്നത്. ഒന്ന്, സ്കൂളുകളുടെ സിലബസിലും കരിക്കുലത്തിലും കേന്ദ്ര ഗവൺമെൻറ് ഇടപെടില്ല, അത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സംവിധാനത്തിൽ പോകും. രണ്ടെന്ന് പറയുന്നത് സ്കൂളുകളെ തിരഞ്ഞെടുക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിരിക്കും, അതങ്ങനെ പറ്റുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും PM ശ്രീയെ മറ്റൊരു തരത്തിൽ എന്താണോ കേന്ദ്ര ഗവൺമെൻറ് പറയുന്നത് അതിലെ കൺഫ്യൂഷൻസ് എല്ലാം തീർത്ത് നടപ്പിലാക്കാനാണ് സാധ്യത. അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ സർവീസ് സംഘടനകളായാലും അധ്യാപക സംഘടനകളായാലും വിദ്യാർത്ഥി സംഘടനകളായാലും അതുപോലെ തന്നെ മാധ്യമങ്ങൾക്കായാലും അതിൽ കൂടുതൽ ക്ലാരിറ്റി വരും. അങ്ങനെ ക്ലാരിറ്റി വന്നാൽ എതിർപ്പുണ്ടാവുക ഒരു കാരണവശാലും ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നില്ല.